ഏവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ വ്യൂസ് ആൻഡ് വ്യൂസിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ മിസ്റ്റീരിയസ് പിക്ചർ കുറച്ച് ഭാഗം പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് എടുക്കുന്നത്. ദ മിസ്റ്റീരിയസ് പിക്ചർ അത് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡി കോസ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ചിൽ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ഉണ്ട്, ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഈ 3 ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ചില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില്ല് എന്താണ്? കറങ്ങി നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ചില്ല് ലോഫർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ലോഫർ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞായിരുന്നു വെറുതെ കറങ്ങി നടക്കുന്നയാൾ അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്നയാൾ എന്നാണ് അതിന്റെ മീനിങ്. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്താണ്? 25 വയസ്സോളം പ്രായമുള്ള, നല്ല ഒത്ത ശരീരമുള്ള, നല്ല ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ചുമന്ന മുടിയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക്, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ചില്ല്, ഈ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഫസ്റ്റ് ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? നമ്മുടെ ചില്ലിനെ പിടിച്ചു, ചില്ലിനെ അവിടുത്തെ കോട്ട് പെയിന്ററായിട്ട് നിയമിക്കുകയും ചെയ്തു. അത്രയും ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എല്ലാവരും ഈ ടെക്സ്റ്റിലോട്ട് ശ്രദ്ധിക്കുക. Chill quickly replied, "Your lord's slightest wish is to me command. All the same, I do feel rather unhappy about painting your lordship all by yourself. It is not terrible to think of your lordship being lonely forever and ever. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns." അപ്പൊ ആർച്ച് ഡ്യൂക്കിന്റെ എന്താണ് ചെറിയ ആഗ്രഹം പോലും ചില്ലിന് അവിടെ കമാൻഡ് ആയിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ചില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറയുകയാണ്. All the same, I do feel rather unhappy about painting your lordship all by yourself. It is not terrible to think of your lordship being lonely forever and ever. അപ്പോൾ ഇവിടെ ചില്ല് പറയുന്നുണ്ട് എന്താണ്? ഞാൻ അൺഹാപ്പി ആണ്, അദ്ദേഹത്തിന്റെ പടം വരയ്ക്കാൻ ഇവിടെ ഞാൻ അൺഹാപ്പി ആണ്. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? അദ്ദേഹം ഒറ്റയ്ക്ക് അല്ലെ, അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പടം മാത്രമായി പോകുമ്പോൾ എന്താണ്? അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണം അല്ലെ, ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ്? അതൊരു വിഷമമേറിയ ഒരു കാര്യമാണെന്ന് ചില്ല് ഇവിടെ പറയുന്നുണ്ട്. It is not terrible to think of your lordship being lonely forever and ever. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ആർച്ച് ഡ്യൂക്കിന്റെ പടം വരയ്ക്കുന്ന അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിർത്തി വരയ്ക്കാൻ ചില്ലിന് താല്പര്യമില്ല. എന്താണ്? അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇവിടെ കോർട്ടിൽ അതിമനോഹരമായി, ഈ കോർട്ടിനെ അതിമനോഹരമാക്കി മാറ്റി കുറച്ച് ആളുകളുണ്ട് അല്ലെ. ഹിസ് ഹൈനസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഉണ്ട്, ബാക്കിയുള്ള കോർട്ടിയേഴ്സ് എല്ലാവരും ഉണ്ട്. ആ ഒരു കോർട്ടിയേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു പടം വരയ്ക്കാനാണ് നമ്മുടെ ചില്ല് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് ആർച്ച് ഡ്യൂക്കിനോട് പറയുകയാണ്. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such value and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. അപ്പോൾ ചില്ല് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പ്രതാപവും പ്രൗഢിയുമുള്ള കൊട്ടാരങ്ങൾ എല്ലാം കുറവാണ് എന്ന് ചില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറയും. In the midst of such value and beauty, I will make my lord and lady shine forth like moon surrounded by lanterns. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും സൗന്ദര്യം ഗാംഭീര്യമുള്ള ഒരു കൊട്ടാരത്തിൽ അല്ലെ, ഇവിടുത്തെ രാജാവിനെയും അവിടുത്തെ രാജ്ഞിയെയും ഞാൻ എന്താണ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്? മൂണിന് ചുറ്റും നക്ഷത്രങ്ങൾ നിൽക്കുന്ന പോലെ ഞാൻ അതിമനോഹരമായി തീർക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നക്ഷത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കോർട്ടിയേഴ്സിനാണ്. മൂന്നെന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലോർഡ് ആൻഡ് ലേഡി, അവിടുത്തെ രാജാവിനെയും രാജ്ഞിയെയുമാണ് ഇവിടെ ചില്ല് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആർച്ച് ഡ്യൂക്ക് thought that it was a good idea. അപ്പോൾ ആർച്ച് ഡ്യൂക്കിന് തോന്നി എന്താണ്? അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ആർച്ച് ഡ്യൂക്കിന് മനസ്സിലായി. Well, my friend, your painting will be a great piece of art. What reward do you expect for it?
അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഇത് നല്ലൊരു കാര്യമാണ്, ഇത് നല്ലൊരു പെയിന്റിംഗ് ആയിരിക്കും, നല്ലൊരു ആർട്ട് വർക്ക് ആയിരിക്കും എന്ന് ആർച്ച്ഡ്യൂക്കിന് മനസ്സിലായി. ടില്ല് വരയ്ക്കാൻ പോകുന്ന നല്ലൊരു പെയിന്റിംഗ് ആയിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ പറയും എന്ത് പ്രതിഫലമാണ് ടില്ലിന് വേണ്ടതെന്ന് ആർച്ച്ഡ്യൂക്ക് ചോദിക്കുകയാണ് അല്ലെ. അതാണ് റിവാർഡ് എന്ന് പറയുന്നത്. എന്താണ് റിവാർഡിന്റെ മീനിങ്? പ്രതിഫലം എന്നാണ് മീനിങ്. 100 pieces of gold. You can pay me now or later, just as you please. 100 pieces of gold coins വേണമെന്ന് ടില്ല് ആർച്ച്ഡ്യൂക്കിനോട് പറയുകയാണ്. ഒന്നെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ തരാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ പടം വരച്ചതിന് ശേഷം മാത്രം താങ്കൾ എനിക്ക് സമ്മാനിച്ചാൽ മതി, താങ്കൾ എനിക്ക് അന്നേരം നൽകിയാൽ മതി എന്ന് ടില്ല് ആർച്ച്ഡ്യൂക്കിനോട് പറയുകയാണ്. Here are the 100 pieces of gold in advance, said the archduke, giving him the gold. അപ്പോൾ അവിടുത്തെ രാജാവ് ആർച്ച്ഡ്യൂക്ക് എന്താണ് മടി കൂടാതെ തന്നെ അന്നേരം തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ടില്ലിന് 100 ഗോൾഡ് കോയിൻസ് അവിടെ നൽകുകയാണ് അഡ്വാൻസ് ആയിട്ട് അല്ലെ. അതിനുശേഷം പറഞ്ഞു നീ ഇത് വെച്ചോളൂ അല്ലെ, നീ ഇത് വെച്ചോളൂ, നീ അതിനുശേഷം എനിക്ക് പടം വരച്ച് നൽകിയാൽ മതി എന്ന് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ടില്ലിനോട് പറയുകയാണ്. My lord, you are the most generous of masters. അപ്പോൾ ആർച്ച്ഡ്യൂക്കിനോട് അവിടെ അഭിസംബോധന ചെയ്തല്ലേ, ആർച്ച്ഡ്യൂക്കിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു എന്താണ് ടില്ല് പറയാണ് താങ്കൾ വലിയൊരു ദാനശീലനാണെന്ന് ആർച്ച്ഡ്യൂക്കിനോട് ടില്ല് പറയുകയാണ്. You have filled my lamp with oil. It will forever burn in your honor. അപ്പോൾ പറയുന്നുണ്ട് എന്റെ വിളക്കിൽ താങ്കൾ എന്താണ് അല്പം ഓയിൽ നിറച്ചിട്ടുണ്ട്. ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ അല്പം എണ്ണ താങ്കൾ നിറച്ചിട്ടുണ്ട്. ആ ഒരു എണ്ണ കാരണം എന്താണ് താങ്കൾ ഞാൻ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അല്ലെ. ആ ഒരു വിളക്ക് ജീവിതകാലം മൊത്തം താങ്കൾക്ക് വേണ്ടി പ്രകാശിപ്പിക്കും അല്ലെ. താങ്കളോട് നന്ദി ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറയണം. താങ്കളോട് ഈ ജീവിതകാലം മുഴുവൻ ഞാൻ നന്ദി പ്രകടിപ്പിക്കും എന്ന് ടില്ല് ആർച്ച്ഡ്യൂക്കിനോട് പറയും. The next day, Till asked the archduke to allow him to see all the courtiers who were to be painted along with him. They came and saw him one by one. The first to come was the commander-in-chief of the army. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ആർച്ച്ഡ്യൂക്കിനോട് ടില്ല് പറയാണ് എനിക്ക് പടം വരയ്ക്കണം അല്ലേ. അപ്പോൾ ഓരോ കോർട്ടിയേഴ്സിനെ എനിക്ക് കാണണം, അതനുസരിച്ച് എനിക്ക് പടം വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഓരോ കോർട്ടിയേഴ്സ് വന്ന് എന്നെ മുഖം കാണിക്കണമെന്ന് ആർച്ച്ഡ്യൂക്കിനോട് ടില്ല് പറയും. The first to come was the commander-in-chief of the army. He was a bald-headed man with an enormous paunch. He whispered in Till's ear, when you paint my picture, remember you are to make me look handsome. അപ്പോൾ ഓരോരുത്തർ കോർട്ടിയേഴ്സ് ഓരോ ആളുകൾ എന്താണ് വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ടില്ലിനെ മുഖം കാണിക്കാൻ എത്തി. അപ്പോൾ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കമാൻഡർ-ഇൻ-ചീഫ് ആണ്. അദ്ദേഹം എന്താണ് അല്പം നീളം കുറഞ്ഞ് എന്താണ് ഒരു വലിയ കുടവാരൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഷണ്ടി തലയുമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ടില്ലിന് ചെവി ഒരു രഹസ്യം പറഞ്ഞു. എന്താണ് നീ വരയ്ക്കുമ്പോൾ എന്നെ എന്താക്കി മാറ്റണം, അതിസുന്ദരനാക്കി മാറ്റണം അല്ലെ, മനോഹരമാക്കി തീർക്കണം, എന്റെ പടം അതിമനോഹരമാക്കി തീർക്കണം, എന്നെ സുന്ദരനാക്കി മാറ്റണം എന്ന് ടില്ലിനോട് നമ്മുടെ കമാൻഡർ-ഇൻ-ചീഫ് പറയും. If you don't make my stomach look flat, I will have you hanged. Remember, I was once a very handsome soldier. അപ്പോൾ നമ്മുടെ കമാൻഡർ-ഇൻ-ചീഫ് ടില്ലിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് എന്നെ സുന്ദരനായിട്ട് വേണം നിങ്ങൾ ഇവിടെ ചിത്രീകരിക്കാൻ. അതുപോലെ തന്നെ എന്താണ് എന്റെ വയറ് കുടവയറൊക്കെ മാറ്റി എന്താണ് എന്റെ വയറ് ഫ്ലാറ്റ് ആയിരിക്കണം അല്ലെ, നേരെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും, തൂക്കിലേറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നീ വേറൊരു കാര്യം കൂടെ ഓർക്കണമെന്ന് ടില്ലിനോട് കൂട്ടിച്ചേർത്തു. എന്താണ് ഞാൻ പണ്ട് കാലത്ത് എന്താണ് അതിസുന്ദരനായ ഒരു ഭടനായിരുന്നു എന്ന് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ കമാൻഡർ-ഇൻ-ചീഫ് ടില്ലിനോട് പറയുന്നുണ്ട്. An elderly lady came next. She had a large hump on her back. Sir Painter, she said softly, make me look young and beautiful. അപ്പോൾ തൊട്ടടുത്തതായിട്ട് എന്താണ് അല്പം പ്രായമുള്ള ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്നു. അതിനുശേഷം അവരുടെ മുതുകത്ത് എന്തുണ്ടായിരുന്നു, ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ടില്ലിനോട് പറയുന്നുണ്ട് നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ എന്റെ പടം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്നെ അല്പം കൂടെ യങ് ആക്കണം, അല്പം കൂടെ എന്താണ് യുവതിയാക്കി മാറ്റണം അല്ലെ, യൗവനം എന്നിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ് എന്റെ ഹമ്പും ബാക്കിൽ കാണാൻ പാടില്ല, എന്റെ ഹമ്പും നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് ആ എൽഡർലി ലേഡി ടില്ലിനോട് പറഞ്ഞു. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces. എൽഡർലി ലേഡി പറഞ്ഞു ബാക്കിലുള്ള എന്നെ ഹമ്പ് റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് വേണം താങ്കൾ എന്നെ ചിത്രീകരിക്കാൻ, താങ്കൾ എന്റെ പടം വരയ്ക്കാൻ എന്ന് ടില്ലിനോട് പറയണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, വലിച്ചു കീറും അല്ലെ, എന്താണ് ടോൺ ഇൻ ടു പീസസ്, ഞാൻ നിങ്ങളെ കഷ്ണങ്ങളാക്കി മാറ്റും എന്ന് അദ്ദേഹം ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് ടില്ലിനോട് പറയുന്നു. A young lady who was
the companion of the Duchess, came in as soon as the old lady left. അപ്പോൾ ആ എൽഡർലി ലേഡി, ആ ഓൾഡ് ലേഡി അവിടുന്ന് പോയതിനു ശേഷം തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കമ്പാനിയൻ, ഡച്ചസിന്റെ കമ്പാനിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെ, എന്താണ്, അവിടുത്തെ രാജ്ഞിയുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു യങ് ലേഡി, എന്താണ്, ഒരു യുവതി അവിടേക്ക് കടന്നു. She was young and pretty but had lost 3 of her front teeth in an accident. അപ്പോൾ അടുത്തായിട്ട് വന്ന ആ ഒരു യങ് ലേഡി അതിസുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു കുറവും പറയുന്നുണ്ട്. എന്താണ്, ഒരു ആക്സിഡന്റിൽ പെട്ട് അവരുടെ 3 പല്ലുകൾ, അല്ലെ, ഫ്രണ്ടിലത്തെ 3 പല്ലുകൾ അവർക്ക് നഷ്ടം കിട്ടും. She wants still if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. ഇവിടെ ഒരു മുൻകരുതൽ പോലെ, അല്ലേ, ഒരു വാണിംഗ് പോലെ എന്ത് ചെയ്തു, നമ്മുടെ ചില്ലിനോട് ആ യങ് ലേഡി പറയാണ്, നിങ്ങൾ എന്റെ പടം വരയ്ക്കുമ്പോൾ, അല്ലെ, നിങ്ങൾ എന്റെ പടം ചിത്രീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്റെ പല്ലുകൾ അവിടെ കാണണം, വിത്ത് എ സ്മൈൽ, ഒരു പുഞ്ചിരിയോട് കൂടി എന്റെ പല്ലുകൾ അവിടെ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പല്ലുകൾ അവിടെ താങ്കൾ വരച്ച് കാണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ ലവറിനെ കൊണ്ടുവന്ന് താങ്കളെ ഞാൻ വെട്ടിക്കൊല്ലും, അല്ലെ, എന്ന് പറയാണ്. താങ്കളെ ഞാൻ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കപ്പെടും എന്ന് അദ്ദേഹത്തിനോട് നമ്മുടെ യങ് ലേഡി ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ യങ് ലേഡി ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ആ ലവർ ആരായിരുന്നു, നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആയിരുന്നു ആ യങ് ലേഡിയുടെ ലവർ എന്ന് പറയുന്നു. Similar requests and threats continued until he had finished with the last of the courtiers. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail." അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഭീഷണികളും, റിക്വസ്റ്റ്, എന്താണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ത്രെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഭീഷണി എന്നാണ്. എന്താണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് അപേക്ഷകളും ചില്ലിനോട് നമ്മുടെ കോർട്ടേഴ്സ് പറയുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് വന്നു. ആർച്ച്ഡ്യൂക്ക് വന്നിട്ട് ചില്ലിനോട് പറയാണ്, താങ്കൾ വരയ്ക്കുമ്പോൾ എന്താണ്, ആ പടം എന്താണ്, പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു, അല്ലെ, എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ചില്ലിനോട് ആർച്ച്ഡ്യൂക്ക് പറയും, "You are to paint my courtiers exactly as we see them. If you leave out a mole, a pimple or a single gray hair, I will have you slaughtered like a pig." ആർച്ച്ഡ്യൂക്ക് ചില്ലിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, ആ പടങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കണമെന്ന് ആർച്ച്ഡ്യൂക്ക് ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, താങ്കൾ ഒരു ചെറിയ നരയോ അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു പിമ്പിൾ, എന്താണ് ഒരു മുഖക്കുരുവോ അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു മോൾ, ഒരു കറുത്ത മറുകോ താങ്കൾ നഷ്ടപ്പെടുത്തിയാൽ താങ്കളെ ഞാൻ എന്ത് ചെയ്യും, താങ്കളെ ഒരു പന്നിയെ വെട്ടിക്കൊള്ളുന്ന ലാഘവത്തോടുകൂടി ഞാൻ താങ്കളെ വധിച്ചു കളയും എന്ന് ചില്ലിനോട് ആർച്ച്ഡ്യൂക്ക് പറയുകയാണ്. Chill coolly thought things over and said to him, "If I paint this picture, I shall certainly be killed." അപ്പോൾ ചില്ല അവിടെ നിന്ന് ആലോചിച്ചു, എന്താണ്, ഈ പടം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എന്റെ മരണം ഉറപ്പായിട്ടും സംഭവിക്കും എന്ന് ചില്ലിന് മനസ്സിലായി. ചില്ല് അവിടെ നിന്ന് അത് ആലോചിക്കുകയാണ്. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. എന്തായാലും മരണം സംഭവിക്കുമെന്നുള്ള കാര്യം ചില്ലിന് ഉറപ്പായിരുന്നു, അല്ലേ. അപ്പോൾ ചില്ല് എന്ത് ചെയ്തു, ചില്ല് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് ഈ പടം വരയ്ക്കണോ വേണ്ട എന്നുള്ളത്. ഒന്നെങ്കിൽ എന്നെ എന്താണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് കൊല്ലും, അല്ലെ, ആർച്ച്ഡ്യൂക്ക് എന്താണ് ഒരു പന്നിയെ വെട്ടിക്കൊല്ലുന്ന ലാഘവത്തോടുകൂടി കൊല്ലും. എന്തുകൊണ്ടാണ് കൊല്ലുന്നത്, ആ പടത്തിന് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ചില്ലിനെ വധിക്കുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ കോർട്ടിയേഴ്സ് ആയിരിക്കും, കോർട്ടിയേഴ്സിന്റെ കൈകൊണ്ടായിരിക്കും ചില്ലിന് മരണം സംഭവിക്കുന്നത്. കാരണം എന്താണ്, അവരെ അതിസുന്ദരന്മാരും സുന്ദരിമാരും ആക്കിയില്ലെങ്കിൽ അവിടെ എന്താണ് കോർട്ടിയേഴ്സിന്റെ കൈകൊണ്ട് നമ്മുടെ ചില്ലിന് മരണം സംഭവിക്കുമെന്ന് ചില്ലിന് അറിയാമായിരുന്നു. In either case I am to die. What am I to do? Perhaps it is wiser not to paint this picture at all. ഏത് നിമിഷമായാലും, അല്ലെ, ഏത് സംഭവം ഉണ്ടായാലും എനിക്ക് മരണം ഉറപ്പാണ്, എങ്ങനെയായാലും എനിക്ക് മരണം സംഭവിക്കുമെന്ന് ചില്ലിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ചില്ല് എന്ത് ചെയ്തു, ചില്ല് ഇത് വരയ്ക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ അതിബുദ്ധിമാനായ ചില്ല് എന്ത് ചെയ്തു, ചില്ല് അല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇത് വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചില്ലിന് മനസ്സിലായി. The following day he asked the Archduke for the hall where he has to paint the picture. തൊട്ടടുത്ത ദിവസം, the following day എന്ന് വെച്ചാൽ എന്താണ്, തൊട്ട് അടുത്ത ദിവസം തന്നെ ചില്ല് ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു, എവിടാണ് ഞാൻ പടം വരയ്ക്കേണ്ടത്, ആ പടം വരയ്ക്കേണ്ട റൂം എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് നമ്മുടെ ചില്ല് ആർച്ച്ഡ്യൂക്കിന്. He was shown a large room with bare walls. അദ്ദേഹം എന്താണ് ഒഴിഞ്ഞ റൂം, എവിടാണ് പടം വരയ്ക്കേണ്ടത് ആ ഒഴിഞ്ഞ റൂം നമ്മുടെ ചില്ലിന് വേണ്ടി കാണിച്ചു. Chill asked for thick curtains to be hung on the walls. He wanted his picture to be protected from the flies and the dust.
He also asked for 3 assistants to help him in mixing colors. The Archduke gave him that all he asked for. നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ചില്ലിന് വേണ്ടി ഒരു റൂം കാണിച്ചു കൊടുത്തതിന് ശേഷം ചില്ല് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു. എന്താണ്? എനിക്ക് തിക്ക് ആയിട്ടുള്ള കുറച്ച് കർട്ടൻസ് ആവശ്യമുണ്ട്. ഞാൻ പടം വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് പൊടിയും അതുപോലെ തന്നെ എന്താണ് പല പ്രാണികളൊന്നും തന്നെ കയറാതിരിക്കാൻ അല്ലേ, അതുകൊണ്ട് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് എന്താണ് എനിക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കുറച്ച് കർട്ടൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് 3 അസിസ്റ്റൻസിനെയും വേണമെന്ന് ചില്ല് കൂട്ടിച്ചേർത്തു. എന്തിനു വേണ്ടിയാ? കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് 3 ആളുകളെ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ ചില്ല് ആർച്ച്ഡ്യൂക്കിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ചില്ല് എന്താണ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് എല്ലാ കാര്യങ്ങളും ചില്ലിന് സാധിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. അപ്പോൾ ഇനി അടുത്ത ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. ആ ഭാഗം നമ്മൾ അടുത്ത വീഡിയോക്കകത്തൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും.